ഖുർആനിലെ ആദ്യത്തെ സൂക്തം എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത്. അപ്പൊ അതിന്റെ അർത്ഥം ആലോചിക്കുമ്പോൾ വായിക്കുക, ഇഖ്റ വായിക്കുക, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. നിനക്കറിയാത്തത് പഠിപ്പിച്ചു തന്ന നാഥൻ. അപ്പൊ നമുക്കൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം അത് വിജ്ഞാനത്തിന് വളരെ പുറകിൽ നിന്നൊരു കാട്ടാള സമൂഹത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. പക്ഷേ ഖുർആന്റെയും ഹദീസിന്റെയും വിജ്ഞാനം കൊണ്ട് അത് ലോകത്തിലെ ഏറ്റവും ഉത്തമ സമൂഹമായി മാറി. പക്ഷെ കാലക്രമേണ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം പോയി. ഇന്ന് പല മേഖലകളിലും, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലും ഈ സമൂഹം വളരെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇന്നും വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികൾ പുറകിലാണ്. അവിടെയാണ് മെസ്സേജ് പോലെയുള്ള സംഘങ്ങളുടെ ഒരു പ്രാധാന്യം നമുക്ക് കാണേണ്ടത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇസ്ലാമിലെ സ്ത്രീ എപ്പോഴും ഒരു 2ാം നമ്പറാണ്. പക്ഷേ അങ്ങനെയല്ല. ശരിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് സ്ത്രീയുടെ, അതായത് മാതാവിന്റെ കാലിനടിയിൽ സ്വർഗമെന്നാണ്. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമാണ്. അത് മാതാവ് അഥവാ ഒരു സ്ത്രീയുടെ കാലിന്റെ അടിയിലാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെ പ്രവാചകൻ നിർവചിച്ചപ്പോഴും ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടിക്കും അവളുടെ ആട്ടിൻകുട്ടിക്കും സൻആ മുതൽ ഹലറമൗത്ത് വരെ രാത്രികാലങ്ങളിൽ ചെന്നായല്ലാതെ വേറെ ആരെയും പേടിക്കാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നതെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ 2 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നലകളിൽ ചിലപ്പോൾ നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് സന്നദ്ധ സംഘടനകളും ഗവൺമെന്റുമൊക്കെ ഈ മേഖലയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മളെപ്പോലെ ആവരുത് എന്ന ഒരു ഷാഠ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഈ ഷാഠ്യം വീട്ടിലെ പുരുഷന്മാരെക്കാൾ ഏറെ ഉണ്ടാവേണ്ടത് സ്ത്രീകളിലാണ്. കാരണം നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീകള് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം പലപ്പോഴും പുരുഷന്മാർ അവർ ജോലിക്കായി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. കുട്ടികളെ നോക്കുന്നതും വളർത്തുന്നതുമൊക്കെ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഏറ്റവും അധികം ബോധവൽക്കരിക്കപ്പെടേണ്ടത് സ്ത്രീകളാണ്. മെസ്സേജ് അത് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ്. ഇന്ന് നിങ്ങൾ മെസ്സേജിന്റെ ഗുണഭോക്താക്കളാണെങ്കിൽ നാളെ അതിന്റെ നടത്തിപ്പുകാരായി മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഘടനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.